ഹലോ, വെൽക്കം ബാക്ക് ടു പ്രിയങ്കരം ഈ സിനിമയും. ഇന്ന് കുറച്ച് ചിന്തിക്കാനായിട്ടുള്ള ടോപ്പിക്കാണേ. ഈ കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പ് എൻ്റെ ഒരു നാട്ടുകാരൻ നമ്മുടെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. എൻ്റെ ജസ്റ്റ് സീനിയർ ആയിരുന്നു, 41 വയസ്സേ അവനുണ്ടായിരുന്നുള്ളൂ. അന്നേരത്തെ ആ ഒരു സാഹചര്യത്തിൽ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അവനെപ്പറ്റി പെട്ടെന്ന് ഞാൻ ഓർക്കുമ്പം ലാസ്റ്റ് ടൈം ഞാൻ നാട്ടിൽ പോയപ്പോഴത്തേന് അവിചാരിതമായിട്ട് അവനെ കാണുകയും കൈ കൊടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റി. ആ ഒരു മുഹൂർത്തമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ ഒരു ദിവസം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകും അല്ലേ? അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മളെപ്പറ്റി ഓർക്കുമ്പം എന്ത് ചിന്തയാണ് അവരുടെ മനസ്സിലേക്ക് ആദ്യമേ വരുന്നത് എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെന്ത് മധുരകരമായ ഓർമ്മകളാണ് നമ്മൾ അവർക്ക് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ നെയ്ബേഴ്സ് ആയിക്കോട്ടെ, ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമ്മളെ അറിയുന്നവർ, നമ്മളുമായിട്ട് കൂടുതൽ അടുത്ത് അറിയാവുന്നവർ, പെട്ടെന്ന് നമ്മുടെ ഒരു വിരഹത്തെ പറ്റി ഓർക്കുമ്പം നമ്മളെ പറ്റിയുള്ള എന്ത് മെമ്മറി ആയിരിക്കും അവരുടെ മനസ്സിൽ ആദ്യമേ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എൻ്റെ മക്കളുടെയൊക്കെ എടുത്ത് മാക്സിമം പരമാവധി നല്ല നല്ല മെമ്മറീസ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അവസാനം അതൊക്കെ ഉള്ളെന്നേ എല്ലാവരുടെയും മനസ്സിലിരിക്കത്തുള്ളൂ. ഇപ്പോഴും 1-2 ദുഃഖത്തോടെയാണ് ഞാൻ പറയുന്നത്. എന്നാലും ഒന്ന് രണ്ട് പേരല്ല, കുറച്ച് ആൾക്കാർ ഈ ലോകത്തുനിന്ന് പോയവരുടെ പെട്ടെന്നൊരു അവരെ പറ്റി ഒരു ഓർമ്മ വരുമ്പം സ്വാഭാവികമായിട്ടും അവരുടെ പ്രവൃത്തികൾ കൊണ്ടാവാം, നമ്മളോടുള്ള ഇടപെടൽ കൊണ്ടാവാം, നമുക്കൊരു സന്തോഷകരമായ ഒരു അനുഭവം തോന്നത്തില്ല. അപ്പം അതങ്ങനെ ആരും ആഗ്രഹിക്കത്തില്ലല്ലോ അല്ലേ? നമ്മൾ എപ്പോഴും എല്ലാവരുടെ മനസ്സിൽ നന്നായിട്ട് തന്നെ ഇരിക്കണം എന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കത്തുള്ളൂ. അപ്പം വേറൊന്നുമല്ല പറഞ്ഞു വരുന്നത്, നമ്മുടെ എല്ലാവരുടെയും ജീവിതം വെറും കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. അത് ഓരോ ദിവസവും കിട്ടുന്നത് നമുക്ക് ബോണസാണ് അല്ലേ? അപ്പം നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരുടെ ഇടയിൽ എങ്കിലും നമുക്ക് നല്ല രീതിയിൽ നല്ല മെമ്മറീസ് നല്ല മെമ്മറീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. താങ്ക് യു.